ഒരിക്കൽ ശ്രീ പാർവതി ദേവി പരമേശ്വരനോട് ചോദിച്ചു, കവിത്വത്തിൽ കാളിദാസനാണോ ഭവഭൂതിക്കാണോ കൂടുതൽ യോഗ്യത? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വലിയ വ്യത്യാസമൊന്നുമില്ല. കാളിദാസന് എല്ലാ കാര്യങ്ങളും ഇന്ന മാതിരിയേ വരൂ, ഇന്ന മാതിരി അത് സമാപിക്കൂ എന്നൊക്കെ നിശ്ചയമുണ്ട്. ഭവഭൂതിക്ക് അതില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. വേണമെങ്കിൽ ഭവതിക്ക് അത് സ്വയം പരീക്ഷിച്ചു നോക്കാം. അതനുസരിച്ച് ശ്രീ പാർവതി ദേവി വൃദ്ധയായ ഒരു ബ്രാഹ്മണ വിധവയുടെ വേഷം പൂണ്ടു. പുത്രനായ സുബ്രഹ്മണ്യസ്വാമി ഒരു മൃതനായ കുട്ടിയുടെ വേഷത്തിലേക്കും സ്വയം പകർന്നു. എന്നിട്ട് ഭോജരാജാവിൻ്റെ ഗോപുരദ്വാരത്തിൽ ചെന്നു. അവിടെ ഭവഭൂതിയും കാളിദാസരും ഒക്കെ അവിടെയാണ്. ഒരുപാട് വിദ്വാൻമാരും കലാകാരന്മാരും ഒക്കെ അടങ്ങിയ സദസ്സാണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സഭ പിരിഞ്ഞു. ഓരോരുത്തരായിട്ട് വിദ്വാൻമാർ പുറത്തേക്ക് വന്നു. അപ്പോൾ വന്നവരെയൊക്കെ ഈ വിധവ സമീപിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഒന്ന് നോക്കിയിട്ട് പോണേ, എൻ്റെ കുട്ടി ഇതാ ഒരു ശാപം മൂലം ഇവിടെ മൃതനായി കിടക്കുന്നു. അവൻ ജീവിക്കണമെങ്കിൽ പുരോനിസ്സരണേരണ എന്ന സമസ്യ ആരെങ്കിലും പൂരിപ്പിക്കണം. ഇതാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നവരൊക്കെ ഈ പുരോനിസ്സരണേരണ എന്ന സമസ്യ അവരുടെ മനോധർമ്മം പോലെ പൂരിപ്പിച്ചു നോക്കി. അപ്പോൾ വിധവ നോക്കിയപ്പോൾ കുട്ടി അപ്പോൾ സമസ്യ പൂരിപ്പിച്ച ആൾ മടങ്ങിപ്പോയി. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഈ സമസ്യ പൂരിപ്പിച്ചു. പക്ഷെ അപ്പോൾ ഒന്നും കുട്ടി ജീവിച്ചില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഭവഭൂതിയുടെ വരവായി. ഭവഭൂതി വന്നപ്പോഴും ഈ വിധവ സമീപിച്ചു പറഞ്ഞു. ഭവഭൂതി വേഗം അവിടെ നിന്നു. എന്നിട്ട് ഈ സമസ്യ ഇപ്രകാരം പൂരിപ്പിച്ചു: യാമിനി പ്രിയപൃഷ്ടായ പ്രിയായ കണ്ഠസക്തയോ അശ്രുജീവിതയോരാസീത് പുരോനിസ്സരണേരണ. അപ്പോൾ ഈ സ്ത്രീ നോക്കി കുട്ടി ജീവിക്കണില്ല. അപ്പോൾ ഭവഭൂതിയോട് പറഞ്ഞു, അയ്യോ കുട്ടി ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭവഭൂതി പറഞ്ഞു, അതെനിക്കറിയില്ല. ഞാൻ വിചാരിച്ചാൽ ഇതിലും ഭംഗിയായിട്ട് ഈ സമസ്യ പൂരിപ്പിക്കാൻ കഴിയൂല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ കാളിദാസർ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ വിധവ കാളിദാസരെയും സമീപിച്ചു. കാളിദാസൻ അവിടെ നിന്നു. എന്നിട്ട് സമസ്യ പൂരിപ്പിച്ചു: യാമിനി പ്രിയപൃഷ്ടായ പ്രിയായ ഖണ്ഡസക്തയോ അശ്രുജീവിതയോരാസീത് പുരോനിസ്സരണേരണ എന്ന് പൂരിപ്പിച്ചു. ഭവഭൂതി പൂരിപ്പിച്ചതിൽ നിന്ന് ഒരക്ഷരം പോലും വ്യത്യാസം ഉണ്ടായില്ല. വിധവയായ സ്ത്രീ നോക്കിയപ്പോൾ കുട്ടി അപ്പോഴും ജീവിച്ചിട്ടില്ല. അപ്പോൾ അവർ കാളിദാസനോട് പറഞ്ഞു, അയ്യോ എൻ്റെ കുട്ടി ഇപ്പോഴും ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാളിദാസൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ കുട്ടി ജീവിക്കില്ല. എന്താ, അത് മരിച്ച കുട്ടിയല്ല, അത് ജീവിക്കാനും പോണില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ദേവിക്ക് ബോധ്യമായി ഭഗവാൻ പറഞ്ഞത് ശരിയാണ് എന്ന്. അതായത് കാളിദാസന് എല്ലാ കാര്യത്തിലും തീർച്ചയുണ്ട്, ഭവഭൂതിക്ക് തീർച്ചയില്ല.